കോഴിക്കോട് പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പാചക തൊഴിലാളികളുടെ വൈദഗ്ധ്യം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രുചിപ്പെരുമ മത്സരം സംഘടിപ്പിച്ചത്. പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും ഇലവർഗ്ഗങ്ങളും ഉപയോഗിച്ചുള്ള വിഭവങ്ങളിലൂടെ മത്സരാർത്ഥികൾ പാചക നൈപുണ്യം തെളിയിച്ചു. വർഷങ്ങളായി സർക്കാർ സ്കൂളുകളിൽ വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കി വരുന്ന പാചക തൊഴിലാളികളുടെ വൈദഗ്ധ്യം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രുചിപ്പെരുമ 2025 എന്ന പേരിൽ മത്സരം സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ജില്ലാതല പാചക മത്സരം. സബ് ജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ച 17 പാചക തൊഴിലാളികളാണ് കോഴിക്കോട് പരപ്പിൽ MMVHS സ്കൂളിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. സർക്കാർ തലത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പാചക തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പാചക മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലെ കോഴിക്കോട് ജില്ലയിലെ 17 സബ് ജില്ലകളാണ് ഉള്ളത്. 17 സബ് ജില്ലകളിൽ നിന്നും നടത്തിയ മത്സരത്തിന്റെ 1ാം സ്ഥാനക്കാരാണ് ഇന്നിവിടെ ജില്ലാതലത്തിലുള്ള മത്സരത്തിൽ MMI സ്കൂളിലേക്ക് വേദിയായിട്ട് വന്നിട്ടുള്ളത്. പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും ഇലവർഗ്ഗങ്ങളും ഉപയോഗിച്ചുള്ള വിഭവങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. വെജിറ്റബിൾ മെഴുക്കു പുരട്ടി, ഗ്രീൻ സലാഡ്, സിമ്പിൾ തോരൻ, അങ്ങനെ കണ്ടാൽ ആർക്കും രുചിച്ചു നോക്കാൻ തോന്നുന്ന പലതരം വിഭവങ്ങൾ പാചക വൈദഗ്ധ്യം വിളിച്ചോതി. പലതരം പായസങ്ങളും മത്സരത്തിനായി ഒരുക്കിയിരുന്നു. നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഭക്ഷണത്തിന്റെ ശുചിത്വവും അതേപോലെ തന്നെ രുചിയും ഞങ്ങൾക്കും അത് അനുഭവിച്ചറിയാനും എല്ലാ ജില്ലകളിൽ നിന്ന് വന്ന സബ് ജില്ലയിൽ നിന്ന് വന്ന ഓരോരോ അമ്മമാരാണ്. വളരെയധികം സന്തോഷമുണ്ട്. മനസ്സിനൊരു സന്തോഷം. മക്കളെ എങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മക്കൾ എന്നുള്ള ചിന്താഗതി തന്നെയാണ് സ്കൂളിലെ എല്ലാ മക്കളായിട്ട് ഇതാകുന്നത്. മത്സരത്തിൽ ഫറോക്ക് സബ് ജില്ലയിലെ പുറ്റേക്കാട് AMLP സ്കൂളിലെ PP ആസിയ 1ാം സ്ഥാനവും കോഴിക്കോട് റൂറൽ സബ് ജില്ലയിലെ പന്തീരങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ M സിന്ധു 2ാം സ്ഥാനവും നേടി. വടകര സബ് ജില്ലയിലെ മേപ്പയിൽ ഈസ്റ്റ് SB സ്കൂളിലെ PK ലീലയ്ക്കായിരുന്നു 3ാം സ്ഥാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.